भाई साहब गाड़ी रोको भाई साहब रोको भाई साहब ഹലോ എടാ നീ ഇതെവിടെ പോയി കിടക്കരുന്നു? ഞാൻ അത്ര തവണ കൊണ്ട് ട്രൈ ചെയ്തു. എടാ അവള് ഓഫീസിലേക്ക് ഇറങ്ങാനുള്ള സമയമായി. ഞാൻ ഇന്നലെ പറഞ്ഞു പഠിപ്പിച്ചെന്ന കാര്യങ്ങൾ മുഴുവൻ മറന്നോ നീ? എടാ അവള് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓഫീസിലേക്ക് എത്തുന്നതിനിടെയുള്ള 3 സ്ഥലങ്ങളിൽ വെച്ചിട്ടാണ് നമുക്ക് അവൾ ഒറ്റയ്ക്കിടുന്നത്. 1 പോളിടെക്നിക്കിന്റെ ഗ്രൗണ്ട് കഴിഞ്ഞിട്ട് മാർവൽ ഹോട്ടൽ വരെ നീളുന്ന റോഡ്. 2 നീ ഒരു കാര്യം ചെയ്ത് നോട്ട് ചെയ്തേ. 2 ബൈപ്പാസ് നാണല്ലോ അവള് ബസ് കയറുന്നത്. ബൈപ്പാസ് എത്തുന്നതിന് മുമ്പ് നമ്മുടെ ആക്രിക്കടക്കാരൻ ഇബ്രാഹിമിന്റെ ഗോഡൌണിന്റെ ബാക്ക് സൈഡിലുള്ള ഒരു വഴിയുണ്ട്. അവിടെ വെച്ച് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഏരിയ ആണ്. ഇനി ഇത് രണ്ടും നടന്നിട്ടില്ലെങ്കിൽ മാത്രം അവളുടെ തന്നെ ഓഫീസിരിക്കുന്ന ആ ഫ്ലാറ്റില്ലേ, അതിന്റെ താഴെ അണ്ടർഗ്രൗണ്ട് കാർ പാർക്ക്, അവിടെ ഇരിക്കാറുള്ള അയ്യരുടെ കയ്യിൽ നിന്ന് റൂമിന്റെ താക്കോല് വാങ്ങിയിട്ടാണ് അവള് മുകളിലേക്ക് കയറുന്നത്. അതിനിടയ്ക്ക് വെച്ച് മനസ്സിലായ? ആര്? അയ്യര. എടാ അയാൾ അറിയാനൊന്നും പോകുന്നില്ല. വെള്ളടിച്ചിട്ട് ഫിറ്റായി ചത്ത പോലെ കിടന്നുറങ്ങുന്ന മനുഷ്യനാണ്. ഒറ്റ കാര്യമുള്ളൂ, നീ ആയിട്ട് കൊളാക്കാതിരുത്താൽ മതി. നീ അവളെ ഫോളോ ചെയ്യുന്നത് ഒരു കാരണവശാലും അവളെ അറിയാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും വല്ലതുണ്ടായി കഴിഞ്ഞാൽ സംഗതി മൊത്തം പാടി കിട്ടും. നീ അവളെ ഫോളോ ചെയ്യുക, അപ്പോ എന്നെ വിളിച്ച് പറയാ. ഒറ്റ കുട്ടി കാര്യം അറിയരുത്, എന്നാ സംഭവം നടക്കുക വേണം. എന്തൊക്കെ വന്നാലും ശരി, എനിക്ക് അവളെ എന്റെ കൈ കിട്ടിയേ പറ്റൂ. ഞാനൊരു നാണം കെട്ടവനാണെന്ന് നമുക്കൊരു വിചാരമുണ്ട്. അത് ഇന്നത്തോടെ ഞാൻ തീർക്കുന്നുണ്ട്. പറഞ്ഞു പോലും മനസ്സിലാവണ്ടോ നിനക്ക്? നീ ഒന്ന് വേഗം ചെല്ല്. കുടിക്കാനാ? പിന്നെ നീ പെണ്ണ് കാണാൻ പോലെ അങ്ങോട്ട് ഒന്നിറങ്ങി പോടാ അവിടുന്ന്. ഓരോ ശവങ്ങളെ കാര്യം ഏൽപ്പിച്ചേ. ഒരു കാര്യം വരുമ്പോ പണ്ടടക്കിക്കോളൂ ഈ സാധനം. भाई साहब मेरे को थोड़ा जल्दी जाना होगा भाई साहब, मुझे भी लेके चले जाओ भाई साहब उस तरफ जाना है भाई साहब. अब न പോണം भाई साहब, अब न പോണം. എന്താണ് ഭായ് സംഭവം? എനിക്ക് മനസ്സിലായി പോണോന്ന്. അതിനൊന്നും പോണ്ടേ? ഇത് കംപ്ലൈന്റ് ആണ്. गाड़ी स्टार्ट करो भाई साहब, स्टार्ट करो. എടോ ഭായ് ये गाड़ी कंप्लेंट है, नहीं जाएगा, नॉट गोइंग. क्या कंप्लेंट है भाई साहब? യവനെ കൊണ്ട് ഞാൻ അതറിയെങ്കിൽ ഞാൻ അങ്ങോട്ട് നന്നാക്കിലിടും. അല്ല പിന്നെ ഓരോരുത്തന്മാര് വന്നോളൂ രാവിലെ തന്നെ. സമയം പോണു. अब उतरो भाई साहब, उतरो. गाड़ी स्टैंड पे रखो, स्टैंड पे. अब उतरो भाई साहब, उतरो. ഇറങ്ങാനാ? स्टैंड पे रखो भाई साहब. इनमें से किससे स्टार्ट कर रहे हैं, उसमें या इसमें? അത് ഉസ്മില്ലേ ഇസ്മില്ലേ? बैटरी तो है. അത് വണ്ടേ അല്ലേടോ. ഇലവായി വല്ലതും നടക്കൂ? देखूंगा भाई साहब, देखूंगा अभी तो. താൻ എന്ത് കോപ്പണി നോക്കണം? തനിക്ക് വല്ലതൊക്കെ അറിഞ്ഞിട്ടാണോ? എടോ തനിക്ക് ഇതിനെ പറ്റിയിട്ടൊക്കെ വല്ല ധാരണയുണ്ടോ? താൻ കുറെ നേരമായാലോ പയറ്റാൻ തുടങ്ങിയിട്ട്. വാർക്കച്ചട്ടിയിൽ കോൺക്രീറ്റ് ചെയ്യുന്ന പരിപാടിയിലത് വല്ലതും നടക്കോ? ഡോ കണ്ടറടങ്ങാൻ സമയവും പോടും. താൻ എന്തിനാ എന്തൊക്കെ വലിച്ചു വിടുന്നത്? അതിനൊന്നല്ല കംപ്ലൈന്റ്. താൻ ഇങ്ങോട്ട് മാർക്ക, ഞാൻ കാണിച്ചിട്ട് നമുക്കറിയാം. സോറി ട്ടോ. അയ്യോ സോറി സോറി. ഹലോ, എന്തായി? ആണോ? ആ ഞാൻ പറഞ്ഞ റൂട്ടല്ലേ? അത് തന്നെ, ആ റൂട്ടിൽ തന്നെ അവള് സ്ഥിരം വരാറുള്ളേ. അതൊക്കെ ഞാൻ പ്ലാൻ ചെയ്തിട്ട് നീ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. നീ അവളെ ഫോളോ ചെയ്യുന്നത് അവൾ അറിയാതിരുന്ന മതി. പറഞ്ഞ് അങ്ങോട്ട് കേൾക്കുന്നു.
നീ ഫോളോ എവിടെ പോ? എവിടെ വെച്ചൂരുട്ടന്നെ ബൈപ്പാസ് വഴി അതിനെ ഫോളോ ചെയ്തോ. പക്ഷെ അതിന്റെ ഇടയിൽ ഒരു പ്രശ്നം പറ്റില്ല. വണ്ടിക്ക് ഒരു പണി കിട്ടി. 1 മിനിറ്റ് ഞാനിപ്പോ വിളിക്കാം. എടോ താനെന്താ പരിപാടി കാണിക്കുന്ന? വണ്ടിയുടെ മുകളിൽ കരുതേ. ഇത് നല്ല കഥ. തന്റെ ഊത് കണ്ടപ്പോഴേ എനിക്കറിയാവുന്ന എഞ്ചിനല്ല താൻ ടാങ്ക് വരെ പലിച്ചു പുറത്തിരുന്നു. താൻ പണിഞ്ഞത് മതി. താൻ എണിച്ച് എന്റെ വണ്ടിയുടെ മുകളിൽ അവന്റെ മെക്കാനിസം. ആഹാ നല്ല കഥ. താനേ അത് ശരി. അപ്പൊ താൻ മെക്കാനിക്കാണല്ലേ? ചുമ്മാ തല ഉത്താറോന്നൊക്കെ പറഞ്ഞ് നമ്മളെ പുറത്തിറക്കിയത്. അങ്ങനെ വരട്ടെ. താനാള് കൊള്ളാലോടു. ഈ സാധനങ്ങളൊക്കെ എവിടെ ഇരുന്നു ഇതിനകത്ത്? मुझे भी लेके चले जाओ वैसे, मेरे को जाना है वैसे. ശരി കേറിക്കോ. അതെ കുറച്ച് വിട്ടിരുന്നാട്ടാ. പുതിയ ഷർട്ടാണേ. भाई तुम्हारा नाम क्या है? പേരെന്താണ്? പേര് बिट्टू. अच्छा तुम इधर मैकेनिक है राइट? हाँ मेरा नाम पवन. इधर एक कंपनी में काम सेल्स डिप. अब तुम्हारा घर कहाँ है? ओ भाई വീട് रेलवे स्टेशन जाना है. रेलवे स्टेशन. എവന് ഞാൻ പറയുന്നത് മനസ്സിലാവായിട്ടാണ്. അപ്പോ അല്ലെങ്കിൽ എനിക്ക് ഹിന്ദി അറിയാൻ പാടില്ലായിട്ടാണോ? നേ തും കഹാ ജാ രഹേ ഹോ? अपनी गाँव. अपनी गाँव അതെവിടെ സ്ഥലം? ये अपनी गाँव. ഹലോ എന്തായി? ആണോ? മിസ്സായി. അതിന് പണ്ടറങ്ങനായിട്ട് ഇപ്പഴാണ് നന്നായി കിട്ടിയത്. എന്ത് ചെയ്യാനാണ്? ഒരു കാര്യം ചെയ്യ്. അല്ല വേണം ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ ബൈപ്പാസിലോട്ട് വരാം. അപ്പുറത്തൂടെ കറങ്ങി എത്തിക്കോളാം. ഹലോ ഞാൻ പറയുന്നേക്ക്. ഒരു കാരണവശാലും വിടാൻ പാടില്ല. ഇന്ന് കിട്ടണോളെ. ഇന്ന് തീർക്കൂടി നിന്റെ അഹങ്കാരം. അവളെ ആറാന്ന് അവളുടെ വിചാരം. പിന്നെ ഭൂലോക രംഭല്ലേ അവള്. പെണ്ണുങ്ങളാണെങ്കിൽ ഇത്ര അഹങ്കാരം പാടില്ല. ഇത്രക്കല്ല ഞാൻ അവളെ കയറി പിടിച്ചിട്ടോ മറ്റുണ്ടെങ്കിൽ ഒന്ന് തൊട്ടിട്ട് പോലുമില്ല. നേരിട്ട് പോയിട്ട് കാര്യം പറഞ്ഞിട്ടേ ഉള്ളൂ. അതിനാണ് അവൾ ആളുകളുടെ മുമ്പിൽ വെച്ച് മനുഷ്യനെ നാറ്റിച്ചത്. എന്തായാലും നാറി. എന്നാ ഇന്ന് ഞാൻ ആരാണെന്ന് അവളെ അറിയില്ല. അവക്ക് തന്നെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. പണി കൊടുക്കുന്നുണ്ട് ഞാൻ. ഞാനിപ്പോ ആരോട് ഈ പറയുന്നത്? അല്ല रुको वैसे, उस तरफ जाना है वैसे. उस तरफ तार नहीं के पोर्ट इनकी और परिवार वाला वैसे मेरे को जाना है वैसे, मेरे को रेलवे स्टेशन जाना है वैसे. गाड़ी निकल जाएगा वैसे. എടോ എനിക്ക് പോയിട്ട് വേറെ കാര്യമുള്ളതാണ്. താങ്കൾ മാറിക്കേ. वैसे मेरे को जाना है वैसे. गाड़ी निकल जाएगा वैसे. എനിക്ക് പോണം. वैसे उस तरफ चले जाओ वैसे. मेरे को जाना है वैसे. मेरे को जाना है वैसे. उस तरफ चले जाओ वैसे. गाड़ी निकल जाए. ഹലോ എന്തായി? ആണോ? അതിനൊരു മാറണമെന്ന് ഇവിടെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഞാനെന്ത് ചെയ്യാനാണ് പണ്ടടങ്ങാനായിട്ട്? ഒരു കാര്യം ചെയ്യട്ടെ, ഞാനിതൊന്നും കൊണ്ടേ തട്ടിട്ട് വരാം. എത്തും ഷുവറായിട്ടും. ഇന്ന് എന്തൊക്കെ വന്നാലും ശരി അവളെ ലാസ്റ്റ് പോയിന്റെങ്കിലും വെച്ച് പിടിച്ചിരിക്കും. ഉറപ്പാണ് കാര്യം. നീ ഫോളെ അപ്പൊ പിടിച്ച് എന്നോട് പറയട്ടാ. ഞാനിത് എത്തി. ഇവിടെ താൻ എന്തൊന്നും നോക്കിക്കാണ്. കയറണോ? उस तरफ जाना है वैसे.
മനുഷ്യനൊരു സഹായം ചെയ്താ കുഴപ്പം. भाई साहब തന്നെ എത്ര ദൂരം കൊണ്ടുവന്നപ്പോ പ്രശ്നം. ഒരു മാർഗങ്ങൾ കയറിക്കോളും രാവിലെ തന്നെ. തന്റെ കമ്പനി ജോലി ചെയ്തിട്ട് എനിക്ക് എന്തോന്ന് പണ്ടാക്കാനുണ്ടോ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്? തന്റെ കമ്പനി ജോലി എന്ത് കോപ്പിരിക്കാണ്? जाना है भाई साहब जाना പണ്ടറടങ്ങാൻ भाई साहब मेरे ആര് ചാവാൻ കിടക്കടോ അവിടെ? അവന്റെ ഒരു ആപ്നികാവ്. देख आखिरी बार मार डाला मेरे छोटू को. पीछे पीछे घूम कर कई बार कोशिश की. मना कर लिया उन्होंने. ऐसे डाला था उसके ऊपर. मेरे छोटू खुद ही छोड़ दिया. मेरा കാലത്തന്നെ ഉറങ്ങി കിടക്കുന്ന മനുഷ്യ വിളിച്ചോണ്ട് ഓരോരോ മുട്ടായിപ്പാട്ട് ഇറങ്ങിക്കോളും. ഹലോ ഞാനീ പറയണല്ലോ കേൾക്കണ്ട. ആ പെണ്ണ്